ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു മൈൻക്രാഫ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ നേരത്തെയുള്ള വേൾഡ് ഡിലീറ്റ് ആയിപ്പോയി. എന്താ ഇഷ്ടമായത്. പിന്നെ ഞാൻ ഇന്ന് വേറൊരു സ്കിന്നിട്ടാണ് കളിക്കാൻ പോകുന്നത്. നമുക്ക് അതുപോലെ പോയി മരം വെട്ടാം. ഷ്യൂ എന്താണ് ഇതാണ്ട് ഇവിടെ ഒരു വലിയ മരം നിൽപ്പുണ്ട്. ഇത് മുറിച്ച് കഴിയുമ്പോഴൊക്കെ ഒരു 2-3 മണിക്കൂർ കഴിയും. ഒടുക്കത്തെ വലിയ മരം പോവുക. പിന്നെ ഈ ഫിസ്റ്റു ഇത് വെച്ച് എങ്ങനെ ഞാൻ മുറിച്ച് തീരാനാ? ഒരു 4-5 എടുക്കാം, അല്ലെങ്കിൽ ഈ മരം ഫുള്ളും നമുക്ക് എടുക്കാം. പറ്റുന്നത്ര എടുക്കാം, അതിൽ കൂടുതൽ വേണ്ട. കുറേ മരം ഉണ്ട് ഇവിടെ എന്തായാലും. എന്നാലും മെറ്റോ വേൾഡ് ഡിലീറ്റ് ആയി പോയത് ആ സീരീസ് ഞാൻ എങ്ങനെയെങ്കിലും കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. പാർട്ട് 3 കൂടെ വരണമായിരുന്നു. അപ്പോൾ ഇത് മൈൻക്രാഫ്റ്റിൻ്റെ നമ്മുടെ ലാസ്റ്റ് സീരീസ്. ഇതിൽ എൻ്റെ ആപ്പ് എന്നെ നമ്മുടെ മൈൻക്രാഫ്റ്റ് കളിക്കൂല, മോഡൊക്കെ യൂസ് ചെയ്തൊക്കെ കളിക്കത്തുള്ളൂ. പിന്നെ വേറെയും കുറേ ഹാക്കൊക്കെ, മറ്റേ ടിക്ടോക്ക് ഹാക്സൊക്കെ നമ്മുടെ ഇതൊക്കെ ചെയ്യുന്ന തൊട്ട് മിത്ത് ബസ്റ്റിങ്ങും പിന്നെ സീക്രട്ട് ബേസ്, അങ്ങനത്തെ കുറേ സംഭവം. നമുക്കൊരു പിക്കാക്സും ആക്സും ഉണ്ടാക്കാം. അതുണ്ടാക്കിയാൽ കുറച്ചും കൂടെ വേഗം മരം വെട്ടാൻ പറ്റും. എന്തായാലും നമുക്ക് കുറച്ച് ഫുഡൊക്കെ കളക്ട് ചെയ്യണം. ഞാൻ ഈ മരം ഒന്നും വെട്ടട്ടെ, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഗൈസ്, അങ്ങനെ നമ്മൾ വുഡൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ 15 വുഡുണ്ട്. 15x4 മനസ്സിലായിട്ടുണ്ട്. 15x4 മാക്സ് ഐഡുണ്ടോ? നമുക്ക് എന്തായാലും കുറച്ചും കൂടെ പോയി ഇത് കളക്ട് ചെയ്യണം. ഫുഡ് നമ്മുടെ കയ്യിലില്ല. ഫുഡില്ലെങ്കിൽ ഹെൽത്ത് കയറ്റാനും പറ്റത്തില്ല. പിന്നെ ഒരു 3 ഷീപ്പും കൂടെ വേണം. എന്തായാലും ആദ്യം നമ്മുടെ പരിപാടി ഷീപ്പ്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഫുഡ്. ഈ ഷീപ്പിൻ്റെ ആവശ്യം നമുക്ക് ഫുഡിന്. ആദ്യം ഒരു ബെഡ് വേണം, രണ്ടാമതൊരു വില്ലേജ് വേണം, മൂന്നാമതൊരു ഫുഡ്, ബെഡ്, പിന്നെ വില്ലേജ്. ഈ 3 സാധനങ്ങൾ ആദ്യം വേണം. പിന്നൊരു അയണിൻ്റെ പിക്കാക്സ്. നമുക്കിനി കുറച്ച് സ്റ്റോണൊക്കെ എടുക്കാം. ഇതാണ്ട് കോപ്പറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കോപ്പർ എനിക്ക് വേണ്ട, സ്റ്റോൺ മതി. രണ്ടും ഡ്യൂറബിലിറ്റി അതേപോലെയൊക്കെ തന്നെയാണ്. കോപ്പറാണെങ്കിൽ ഒരു കളർ ഓറഞ്ചായി. എനിക്ക് കോപ്പർ ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് സ്റ്റോണിൻ്റെ ടൂൾസൊക്കെ ഉണ്ടാക്കാം. ഈ സ്റ്റോണിൻ്റെ ആകുമ്പം കുറച്ചും കൂടെ നല്ലതാണ്. അതാകുമ്പോൾ അയണൊക്കെ എടുക്കാൻ പറ്റും. കോപ്പറും വെച്ച് അയൺ എടുക്കാം, പക്ഷെ എന്നാലും എനിക്ക് കോപ്പർ വേണ്ട. ഇനി നമുക്ക് ഒരു അയണിൻ്റെ ടൂൾസ് ഉണ്ടാക്കാം, പിന്നെ ഒരു ഫർണസും. ആകെ 3-4 ടൂൾസ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ആക്സും പിന്നെ പിക്കാക്സും. സോഡ് വേണ്ട. ആക്സ് തന്നെ നമുക്ക് സോഡായിട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ അറ്റാക്ക് ചെയ്യാനും എല്ലാത്തിനും അത് തന്നെ മതി. എന്തായാലും നമുക്ക് ഇനി കുറച്ചും കൂടെ ഇനി നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ കുറച്ച് കോള്. അതുകൊണ്ട് അവിടെ ഒരു ക്രീപ്പറും പിന്നെ ഒരു സ്കെൽട്ടനും. ഷീൽഡും ഇല്ല. എന്തായാലും നമുക്ക് സ്കെൽട്ടൻ അടിച്ചിടാം. ഭാഗ്യം ചത്തില്ല ഞാൻ. അവിടെ കുറച്ച് കോളുണ്ട്, ഇവിടെയും ഉണ്ട്. ഇരുട്ട് ഈ കോള് കാരണം. ഗൈസ്, ഈ കോള് പൊട്ടിച്ചാലും തീരത്തില്ല. അതുകൊണ്ട് ഈ കോള് തീർന്നിട്ട് അതിന് മുന്നേ ഇല്ലേ ഇവിടെ ഒരു വലിയൊരു കേവുണ്ട്. അതിലോട്ട് നമുക്കിപ്പോൾ ഇറങ്ങണ്ട. നമുക്ക് ഈ കോള് ഒത്തിരി കാണും. അതുകൊണ്ട് അത് പൊട്ടിച്ച് തീർന്നെങ്കിൽ കുറേ സമയം എടുക്കും. ഗൈസ്, നമ്മൾ കോളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് പോയി ബാക്കി സാധനങ്ങളും എടുത്തിട്ട് വരാം. നമുക്കിപ്പോൾ അത്യാവശ്യം കോളായിട്ടുണ്ട്. 11 കോളുണ്ട്. ഇനി നമുക്ക് ഈ സാധനം വേണം. വരുന്നതിൻ്റെ ഒരു ഷീപ്പ്. ആണ്ട് പറഞ്ഞ് നോക്കെടുത്തില്ലയോ, അപ്പം തന്നെ ഉണ്ട്. ഇതാണ്ട് ഇവിടെ കുറേ ബീസും ഉണ്ട്. ബീന്നല്ല, തേനീച്ചയുണ്ട്. തേനീച്ചേനെ വെറുതെ അടിക്കാൻ പോകണ്ട, പിന്നെ ഒടുക്കത്തെ ശല്യമായിരിക്കും, പുറകെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് കഴിഞ്ഞ സീരീസിലെ പോലെ ഒരു റെഡ് ബെഡ് മതി. റെഡ്
റെഡാ ഒരു ലുക്ക്. കുറേ നാളായിട്ട് ആ വൈറ്റ് ബെഡ് യൂസ് ചെയ്തു. ഗൈസ് ഒരു വില്ലേജ് കിട്ടി. ഓ എൻ്റെ ഒരു ലക്കേ. എന്തായാലും ഇനി നമുക്ക് എന്താണ് കുറച്ച് ഫുഡൊക്കെ കളക്ട് ചെയ്യാം. ഇപ്പം ചത്തനെ. ഗൈസ് ഇവിടെയും കുറച്ച് കോളൊക്കെ ഇരിപ്പുണ്ട്. ഈ എന്തായാലും ഷെയ്ഡർ പാക്ക് കൊള്ളാം. കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡർ പാക്കൊക്കെ. പിന്നെ നമ്മൾ ഇവിടെ 0 ഡേയ്സാണ് എന്താണ് സർവൈവ് ചെയ്തിട്ടുള്ളത്. ഇനിയും നമ്മളില്ലേ ഈ സീസൺ എങ്ങനെയെങ്കിലും എൻഡർ ഡ്രാഗനെ കൊല്ലും. ഇതുവരെയായിട്ട് ഞാൻ സർവൈവൽ എൻഡർ ഡ്രാഗനെ കൊന്നിട്ടില്ല. ക്രിയേറ്റീവിൽ മാത്രമേ ഉള്ളൂ. അതും എങ്ങനെയെങ്കിലും അത് ഏതെങ്കിലും ഒരു വേൾഡിലൊക്കെ കണ്ടുപിടിക്കും. എന്തായാലും ഇതാണ്ട് ഇവിടെയും കുറച്ച് കോളിരിപ്പുണ്ട്. ഒരു 4-5 കോള്. മിക്കവാറും ഇന്നത്തേക്കിനുള്ള കോളൊക്കെ ആയിട്ടുണ്ട്. ഫുൾ കോളും നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് പോവാം. എന്തായാലും ഇതൊരു ലക്ക് വേൾഡാണെന്ന് തോന്നുന്നു. ഇനി ഒരു നെതർ പോർട്ടലും കണ്ടുപിടിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ആ ഫോർട്രസ്, അതിൻ്റെ പേരെന്തുവാന്ന് എനിക്കറിയത്തില്ല. ഫോർട്രസ്റ്റ് അങ്ങനെ എങ്ങാണ്ടാണ്. ഫോർട്രസ്റ്റ് അങ്ങനെയായിരുന്നു അത് വായിക്കുന്നത്. ആ സാധനം നമ്മൾ കണ്ടുപിടിക്കണം. അതാ ഏറ്റവും കണ്ടുപിടിക്കാൻ പാട്. അതിനെക്കാട്ടും വലിയ സാധനമാണ് ഈ എൻഡ് പോർട്ടൽ. നമുക്ക് ഇവിടുത്തെ ഫുൾ കോളും എടുത്തെന്ന് തോന്നുന്നു ഞാൻ. ഇതുകൊണ്ട് 10 ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ നേരത്തെ സ്റ്റീക്ക് വെച്ചൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്കത് എടുക്കാം. ഇതാണ്ട് ഈ 10 കോളും ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഞാൻ. ക്രാഫ്റ്റിംഗ് ടേബിളും ഉണ്ട്, കുറച്ച് ഡേർട്ടും ഉണ്ട്. ഇതാണ്ട് ഇവിടെ സൈഡിൽ കൂടെ 2 മാഗ്മ ക്യൂബ് നടന്നുമുണ്ട്. ഒരു വലുതും ഒരു ചെറുതും. എന്താണ് നമ്മളിനി എന്തുണ്ടാക്കും? എൻ്റെ കയ്യിൽ 2 വൂളുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു പിക്കാക്സ് വെച്ച് പൊട്ടിച്ചിട്ട് മണ്ടയ്ക്കോട്ട് കയറാം. ഇത് എത്ര ബ്ലോക്ക് വേണ്ടി വരും? പിന്നെ കോബിൾ സ്റ്റോണും കൊണ്ട് എനിക്കിപ്പോൾ വലിയ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കോബിൾ സ്റ്റോണൊക്കെ യൂസ് ചെയ്യാം. അതാണ്ട് ഇവിടെ 2 പശുക്കളുണ്ട്. ഞാൻ 2 അങ്ങ് തീർക്കാം. ഹായ് കൗസ്, ബൈ ബൈ. അതിനെ അങ്ങനെ സ്വർഗത്തിലോട്ട് വിട്ടിട്ടുണ്ട്. ഇന്നിനി ഞാൻ നേരത്തെ കണ്ട ആ വില്ലേജിലോട്ട് പോവാം. അവിടെ എന്തൊക്കെ പറഞ്ഞാലും ഒരു അയൺകോളം കാണും. എന്നാലും ബ്ലാക്ക് സ്മിത്ത് കിട്ടിയില്ലെങ്കിൽ അയൺകോളം കാണും. അതെനിക്ക് ഉറപ്പാണ്. എൻ്റെ അമ്മേ, ഇപ്പം ചത്താനെ ഞാൻ. ആ വില്ലേജ് എവിടെ ആയിരുന്നു? അതുമില്ല, എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. അതേത് ദിശയായിരുന്നു? ഇത് ഇത്രയും താഴോട്ട് വീണു. ആകെ ഒറ്റൊരു ഹാർട്ട് കൊണ്ട് ഞാനും ഉണ്ട്. എന്താണ് ഇവിടെ കോള് വെച്ചേക്കാം. 40 കോളുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ. അങ്ങനെ നമ്മൾ ഫർണസിൽ നിന്നെല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കണ്ട ആ വില്ലേജ് എന്ത് ചെയ്യും? അതാണെങ്കിൽ ഇപ്പോൾ കാണുന്നുമില്ല. എന്താണ് അതാണെങ്കിൽ കിട്ടിയാലേ എനിക്കാണെങ്കിൽ ഒരു വില്ലേജും ഉള്ളൂ. ഇതാണ്ട് ഒരു റോസ് എടുത്തിട്ട് ഞാൻ മറ്റേ ഡൈ ആക്കിയിട്ടുണ്ട്. ഇനി അത് ബെഡാക്കണമെങ്കിൽ ആദ്യം ഈ സാധനത്തിനെ നമ്മൾ ആദ്യം കൊല്ലണം. എന്തായാലും ആദ്യം നമ്മൾ ബെഡ് ഉണ്ടാക്കണം. എന്നിട്ട് ആ ബെഡിൽ നിന്ന് നമ്മൾ റെഡ് ഡൈ ഉണ്ടാക്കിയിട്ട് അത് ഇതാക്കണം. പിന്നെ ഇവിടെ സ്ലീപ്പ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേയിലോട്ട് കടന്ന്. ശരിക്കും 2nd ഡേ ആവണം, പക്ഷെ നമുക്കിത് ഫസ്റ്റ് ഡേ ആണ്. കാര്യം നമ്മൾ ഈ വേൾഡിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ. മറ്റേത് 0 ഡേയ്സ് എന്ന് വെച്ചാൽ വന്നിട്ടേ ഉള്ളൂ. ഇതിനകത്തിലോട്ട് കയറിയിട്ട് കാര്യമില്ല. ഇതിനകത്ത് ഒന്നും കാണത്തില്ല. നമുക്ക് ആ വില്ലേജ് തപ്പി നടക്കുക. അതുകൊണ്ട് അവിടെ കിടപ്പുണ്ട് ആ വില്ലേജ്. ഇതാണ്ട് നമുക്ക് മറ്റേ ഇത് ചെയ്യാം. എന്തുവായിരുന്നു എൻ്റെ പേര്? ബ്രിഡ്ജ്. ഇപ്പം ചത്തില്ലെന്നേ ഉള്ളൂ. ആ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ഒരു കാര്യം ചെയ്യണ്ട. ബെഡ് റോക്ക് എഡീഷനിൽ മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ. ജാവ എഡീഷനിൽ നേരെ താഴെ പോയിക്കോളൂ. ഒന്നും കൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇനി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാൽ മതി. ക്ലിക്കിൻ്റെ അവിടെ ഇവിടെ വെള്ളമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇച്ചിരി സൈഡിലോട്ട് നിർത്തിയാൽ മതിയായിരുന്നു. ഇതാണ്ട് ഞാൻ അവിടെ പറഞ്ഞതാണ് വില്ലേജ്. ഇനി നമുക്ക് വില്ലേജിലോട്ട് പോകണം. എന്നിട്ട് ആ അയൺകോളത്തിനെ കൊല്ലണം. എന്നിട്ട് നമ്മൾ ഫസ്റ്റത്തെ ഗോൾ കഴിഞ്ഞിട്ടുണ്ട്, ഒരു ബെഡ് ഉണ്ടാക്കൽ. ഇനി നമ്മുടെ 2nd ഗോളും ഫിനിഷ് ആയിട്ടുണ്ട്.
ഫുഡ് തേർഡും കംപ്ലീറ്റ് ആയി. നമ്മുടെ എന്തുവാണ് വില്ലേജ്. ഫോർത്ത് ലാസ്റ്റ് വൺ അതൊരു അയൺ ഗോളത്തിനെ കണ്ടുപിടിച്ചിട്ട് ഒരു അയൺ ഗോളത്തിന് ഫിഫ്ത്ത് ഉണ്ട്. ലാസ്റ്റത്തേത് അയൺ ഗോളത്തിനെ കൊല്ലണം. എന്നിട്ട് സെക്കൻഡ് ലാസ്റ്റ് ആയിരുന്നത്. ലാസ്റ്റത്തെ ആണ് നമ്മുടെ പിക്കാക്സ് ഉണ്ടാക്കേണ്ടത് അയണിൻ്റെ. കുറേ വീറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഈ വീട്ടിലൊക്കെ ഒന്ന് നോക്കാം, വല്ല ജസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ. ഇതാണ്ടൊരു ഫ്ലവർ വേസ് ഉണ്ട് അവിടെ. എന്തായാലും ഈ വില്ലേജിൽ ബ്ലാക്ക് സ്മിത്ത് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ബ്ലാക്ക് സ്മിത്ത് കാണാൻ ചാൻസ് കുറവാണ്. ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, ചെസ്റ്റ് ഒരു 5 ഇത് കിട്ടിയിട്ടുണ്ട്. ഒരു പൊട്ടറ്റോയും ഉണ്ട്, പിന്നെ കുറേ പൊട്ടറ്റോ ആ ചെസ്റ്റിലും ഉണ്ട്. അതെടുത്ത് എനിക്ക് വേണ്ട. പൊട്ടറ്റോ എടുത്ത് അതിനകത്ത് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാണ്ട് ഇവിടെയൊക്കെ കുറേ ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഒരു വീടുണ്ടാക്കണം, അത് അടുത്ത എപ്പിസോഡിൽ. പക്ഷേ വീടിൻ്റെ ഓരോ ഇതും ഓരോ പാർട്ടിലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ അന്നത്തെ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിയ പോലെ വീടിൻ്റെ മേൽക്കൂര വേറൊരു പാർട്ട്, സൈഡ് വാളൊക്കെ വേറൊരു പാർട്ട്, സൈഡിലത്തെ എന്തുവായിരുന്നത് ഫ്ലോറും വേറെ എപ്പിസോഡ്. അങ്ങനെ എന്തായാലും എൻ്റെ കയ്യിൽ കുറേ സീഡ് വന്നിട്ടുണ്ട്. ഇതാ വില്ലേജറിൻ്റെ അങ്ങെടുത്ത് കൊടുത്തേക്കാം. ഈ വില്ലേജർ എന്തോ ട്രേഡ് ചെയ്യുന്നത്? അത് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് ആ ഡയമണ്ട് ഒക്കെ തരുന്ന ആ ട്രേഡറിനെ വേണ്ടി. അതിനാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അതിനെക്കാട്ടിലും നല്ലതാണ് എനിക്ക് മൈനിങ് ചെയ്യുന്നത്. പിന്നെ എൻചാൻമെൻറ്റ്, അതൊക്കെ വില്ലേജേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് വയ്യ. ഒത്തിരി സമയം എടുക്കും അതിനെക്കാട്ടിലും നല്ലതാണ് എൻചാൻറ്റിങ് ടേബിൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണെങ്കിലോ ഉള്ള ബുക്ക് ഷെൽഫ് എല്ലാം സൈഡിൽ കൊണ്ടുവയ്ക്കണം. അത് വേറൊരു കഷ്ടപ്പാട്. ഇവിടെയൊക്കെ കുറേ ഇതിരിപ്പുണ്ട്. എൻ്റെ ഈ ഇതില്ലേ, ഈ ഹൊയ് ഇരിക്കുന്ന കണ്ടാത്തൊന്ന് ശരിക്കും നെതറൈറ്റിൻ്റെ ഒരു കളറുണ്ട്. ഈ ഗ്രാഫിക്സ് ഇട്ടുകൊണ്ട്, ഗ്രാഫിക്സ് അല്ല, ഈ ഒരു ഷെയ്ഡർ ഇട്ടുകൊണ്ട്. ഇതാണ്ട് പിന്നെ അവിടെയും കുറച്ച് ഇതുണ്ട്, ഹേബേല്. ഇതാണ്ട് ഇവിടെ ഒരു കൗവും ഉണ്ട്, പശുവും ഉണ്ട്. അതിനെ ഇനി കൊല്ലണം, വേണ്ട. നിന്നെയൊക്കെ ഇപ്രാവശ്യം ഞാൻ വിട്ടിരിക്കുന്നു. അയ്യോ, ഇത് മറ്റേ സാധനമായിരുത്. ഇതിൻ്റെ ഒരു പോയിസൺ നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡൊക്കെ ഉണ്ടാക്കാം. കുറേ വീറ്റും ഉണ്ട്, കുറേ ഹേവേയും ഉണ്ട്. വീറ്റെല്ലാം 3 ഇതായി. 2 സ്റ്റാക്ക് ഇതും പിന്നെ ഒരു 34 ഇതും. 2 സ്റ്റാക്ക് വീറ്റ് പിന്നൊരു 34 വീറ്റും. ഇപ്പം നമ്മുടെ കയ്യിൽ 64 ബ്രെഡായിട്ടുണ്ട്. ഇനി നമുക്ക് അയൺ ഗോളത്തിനെ തപ്പിക്കൊല്ലണം. എന്നിട്ട് പിക്കാക്സ് ഉണ്ടാക്കണം. ഗൈസ്, അങ്ങനെ 4ാമത്തെ ഇതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4 5ാമത്തെ ഗോള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അയൺ ഗോളത്തിനെയും കൊല്ലാൻ പോവുക. അയൺ ഗോളത്തിനെ കൊല്ലണമെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ ടൂൾസ് പോരാ, നല്ല ടൂൾസ് വേണം. പക്ഷെ എന്നാലും കൊല്ലാൻ പറ്റും. അയൺ ഗോളത്തിന് ഒത്തിരി ഹെൽത്ത് ഉണ്ട്, പെട്ടെന്നൊന്നും ചാവത്തില്ല. ലോ ഡ്യൂറബിലിറ്റി. അയണിൻ്റെ ആക്സ് പൊട്ടിയിട്ടുണ്ടേ. അയണിൻ്റെ സ്റ്റോണിൻ്റെ ആക്സ് പൊട്ടിയേ. ഇനി നമുക്ക് ഈ അയൺ ഗോളത്തിനെ കൊല്ലണം. ഇത് ശരിക്കും സ്ക്രിപ്റ്റ് അല്ല, റിയലായിട്ട് ഞാൻ ഈ വില്ലേജ് കണ്ടുപിടിച്ചത്. എൻ്റെ ചാനലാണ് സത്യം. അങ്ങനെ നമ്മുടെ അയണും കിട്ടി. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഗോള് വില്ലേജ്, 2ാമത്തെ ഗോള് ബെഡ്, 3ാമത്തെ ഗോള് ഫുഡ്, പിന്നെ 4ാമത്തേത് ഒരു അയൺ ഗോളത്തിനെ കൊല്ലണം, 5ാമത്തേത് ഒരു അയണിൻ്റെ ടൂള്. അപ്പോൾ അതാണ്ട് ഈ ബ്രെഡും കൂടെ എടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ബ്രെഡ് ഇങ്ങോട്ട് വന്നേ, ഹേബയിലും ഇവിടെ ഇരിപ്പുണ്ട്. ഹേബയിലും എടുത്ത് ഇനി നമുക്കത് ബ്രെഡാക്കാം. ഈ ഡേർട്ടൊക്കെ ഇവിടെ എടുത്ത് കളയട്ടെ. ചിലപ്പോൾ ഞാൻ അത് ശരിയാക്കും, അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇങ്ങനെ കിടക്കും. ഈ ഹേബയിലും കൊണ്ട് ഞാൻ ഇതാക്കട്ടെ, വീറ്റാക്കി. ഇനി സോഡിൻ്റെ പടത്തിന് അവിടെയാണ് ഇത്. അപ്പോൾ ഇവിടുത്തെ കുറച്ചൊക്കെ ബ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തണം. Thank you for watching. Bye bye.